ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോയുമായിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് ജിം ടെസ്റ്റ് റിയൽമി നെക്ക് ബാൻഡ് 5യുടെ. ഇതിന് നമ്മൾ ഡിഫറെൻറ്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും, രണ്ട് ഡിഫറെൻറ്റ് ജിമ്മിൽ. ഇപ്പം ഞാനൊരു ഫങ്ഷണൽ ജിം, ഒരു ഓപ്പൺ ജിമ്മിലാണ് നിൽക്കുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സസൈസ് ഞാൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലോസ് ജിമ്മിൽ പോകും, പിന്നെ അവിടെ വേറെ എക്സസൈസസ് ചെയ്യും. അവിടെ മെയിൻലി വെയ്റ്റ്സ് ആണ്. സോ വെയ്റ്റ്സിൻ്റെ കൂടെ എക്സസൈസ്, ഇവിടെ മെയിൻലി ബോഡി വെയ്റ്റ്സ്. അത് രണ്ടും നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട്, ജിമ്മിന് വേണ്ടിയിട്ട് നല്ലതാണോ അല്ലയോ എന്ന്. എന്നാൽ ആദ്യം ടെസ്റ്റ് വീഡിയോസ് നോക്കാം, അത് കഴിഞ്ഞ് ഇനിയും സംസാരിക്കാം. Flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. Yeah, I'm country boy stepping. Country boy stepping. Yeah, I'm country boy stepping. Yeah, they can't get like me. Rockin' boots and white tee. Designer on my cuff link, something like a movie. Country boy stepping. Yeah, I'm country boy stepping. Country boy stepping. Yeah, I'm country boy stepping. Artist out the ranch, I just told you that I'm bout it. I might take offense if you tell me that you doubt it. That's just what it is, yeah, I'm known to make it rowdy. Then I'm for the fit, and I drive a wide body. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി ഞാൻ ഏത് എക്സസൈസിൽ യൂസ് ചെയ്താലും എനിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. സ്പെഷ്യലി ഞാൻ ഓർത്തു സ്കിപ്പിംഗ് ഒക്കെ ചെയ്യുമ്പം, ജമ്പിങ് ജാക്സ് ചെയ്യുമ്പം, ബെഞ്ച് പ്രസ് ചെയ്യുമ്പം, അങ്ങനത്തെ ഒക്കെ എക്സസൈസിൽ ജമ്പിങ്, പിന്നെ ഇങ്ങനെ കിടന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയം ഇത് വീഴും. പക്ഷേ ഇത് വീണില്ല. ഞാനൊരു 4 മാസമായിട്ട് ഇത് യൂസ് ചെയ്യുവാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഞാൻ ഒരു 2 ദിവസം ജിമ്മിൽ പോയി, വേറെ ജിമ്മിൽ ആ വീഡിയോ നിങ്ങൾ കാണുമോ. പക്ഷേ ഞാൻ യൂസ് ഒരു 4 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. ആ 4 മാസത്തിൽ എനിക്ക് ബേസിക്കലി 2 പ്രോബ്ലം വന്നു. ഒന്ന്, ഈ ഇയർഫോൺ ഇങ്ങനെ, ഈ നെക്ക് ബാൻഡ് കുറച്ച് ഇങ്ങനെ സൈഡിലോട്ട് പോകും. അത് നോർമലി ഏത് നെക്ക് ബാൻഡ് യൂസ് ചെയ്താലും അത് ആവും. കാരണം നെക്ക് ബാൻഡിൻ്റെ വയർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ തല ഇങ്ങനെയൊക്കെ ഷേക്ക് ചെയ്യുമ്പം ആ വയർ തന്നെ പുല്ലാവും, പിന്നെ നെക്ക് ബാൻഡ് മൂവ് ചെയ്യും. സോ ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ട്, പക്ഷേ കൂടുതൽ മൂവ്മെൻറ്റ് ഇല്ല. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ്, ഞാൻ ഒരു പ്രാവശ്യം ആപ്പ് ക്രഞ്ചസ് ചെയ്യുമ്പം ഞാൻ ആ ബെഞ്ചിനെ ഒത്തിരി താഴോട്ട് ചെയ്തായിരുന്നു. ആ സമയം ഇത് കുറച്ച് പുറകോട്ട് പോയി. പക്ഷേ പുറകോട്ട് പോയാലും ഇതിൻ്റെ വെയിറ്റ് അത്രയില്ല. സോ ഇത് ഫുള്ളി പുറകോട്ട് പോവില്ല, ഒരു ഹാഫ് അങ്ങനെ പോയിട്ട് ഇരിക്കും. പിന്നെ ഇയർഫോൺ ചെവിനകത്തുണ്ട്, അത് കാരണം ഇത് നെക്ക് ബാൻഡ് എവിടെയും പോവില്ല. സോ അതാണ് ഫിറ്റിങ്ങിൻ്റെ പെർഫോമൻസ്. സോ ഫിറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ ഒത്തിരി ഇയർഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇയർഫോൺസിൻ്റെ ലെങ്ത് ഒക്കെ കൂടുതലാണ്, ആസ് എ നെക്ക് ബാൻഡിൻ്റെ ലെങ്ത് ഒത്തിരി കൂടുതലാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വയർ വരുക. സോ എല്ലാ സമയം ഞാൻ ജാക്കറ്റൊക്കെ ഇടുമ്പം എല്ലാ സമയം അത് ഇങ്ങനെ വയറിനെ പുൽ ചെയ്യും. പിന്നെ ഇത് ഇത്ര നീളം ഉണ്ട്, അത് കാരണം അത് അങ്ങോട്ട് മൂവ് ചെയ്യും. ഇതിൻ്റെ സൈസ് എനിക്ക് പെർഫെക്റ്റാണ് ഇഷ്ടപ്പെട്ടത്. ഇത് കൂടുതൽ നീളമില്ല, ഒത്തിരി ഷോർട്ടുമല്ല, റൈറ്റ് സൈസാണ്. ജാക്കറ്റ് ഇട്ടാലും ഇത് നമ്മൾക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പോവില്ല. സോ അതെനിക്ക് ഫിറ്റിംഗ് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇതിൻ്റെ ഒത്തിരി നല്ലതാണ്. ഇതിൽ ബേസ് ഒത്തിരി ഉണ്ട്, കസ്റ്റം ഇക്വലൈസർ ഉണ്ട്. നിങ്ങളുടെ ചോയ്സിനെ പോലെ നിങ്ങൾക്ക് സൗണ്ടിനെ ട്യൂൺ ചെയ്യാം. പിന്നെ വേറെ ഒരു യുണീക്ക് ഫീച്ചറുണ്ട് എല്ലാ റിയൽമി ഇയർഫോൺസിൽ. ഇതിൻ്റെ യുണീക്ക് അല്ല, റിയൽമിയുടെ എൻ്റെ ബാക്കി ഇയർഫോൺസിനും ഈ ഫീച്ചറുണ്ട്. അതാണ് എക്സ്ട്രാ വോള്യൂം. സോ ഇതിൽ എക്സ്ട്രാ വോള്യൂം ഓൺ ചെയ്താൽ ഇതിൻ്റെ ലൗഡ്നെസ് ഒത്തിരി ലൗഡാവും. സോ ആ ലൗഡ്നെസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോ കൂടുതൽ ലൗഡ് ആക്കുമ്പം ഇതിൻ്റെ സൗണ്ട് കേടാവാൻ പോകുന്നില്ല. സൗണ്ട് എന്നാലും നല്ലതാണ്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലൗഡ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഇക്വലൈസർ കസ്റ്റം ഇട്ടിട്ട് പിന്നെ സൂപ്പർ ബേസ് ഒക്കെ ഇട്ടിട്ട് ഞാനിത് ജിമ്മിൽ യൂസ് ചെയ്യും. സോ സൗണ്ട് ക്വാളിറ്റി ജിമ്മിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ പറ്റി. സോ ഓപ്പൺ ജിമ്മിൽ എനിക്ക് ഒരു പ്രോബ്ലം വന്നില്ല. ഓപ്പൺ ജിമ്മാണ്, ഇവിടെ ഒരു സൗണ്ടിൻ്റെ പ്രോബ്ലമില്ല. ഇപ്പം ഞാൻ വരുന്നതും നോർമലി ആഫ്റ്റർനൂണിലാണ്. ആ സമയം ഇവിടെ ആരുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ക്ലോസ് ജിമ്മിൽ പോകുമ്പം അവിടുത്തെ സ്പീക്കറിൽ ലൗഡ് മ്യൂസിക് അവരിടും. ആ മ്യൂസിക്കിൽ ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അത്ര പവർഫുൾ അല്ല. സോ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒരു ആവറേജ് ആണ്. പക്ഷേ 2000 അകം
ഇത് കിട്ടും നമ്മൾക്ക്. ആ 2000 ആ പ്രൈസ് റേഞ്ചിൽ നോക്കിയാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെയാണ്. ഞാനിത് കമ്പയർ ചെയ്യുന്നത് എൻ്റെ ഒരു 24,000-25,000 ആപ്പിളിൻ്റെ ഇയർഫോൺസിനെ കൂടെയാണ്. സോ അതിൻ്റെ കൂടെ കമ്പാരിസൺ ഒരു ഫെയർ കമ്പാരിസൺ അല്ല. സോ ഈ പ്രൈസ് റേഞ്ചിന് വേണ്ടി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ലതാണ്. പക്ഷേ ജിമ്മിൽ നിങ്ങൾക്ക് അത് അത്ര യൂസ്ഫുൾ അല്ല. പക്ഷേ നിങ്ങൾക്കൊരു കോമ്പിനേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വോള്യൂം കുറച്ച് ഹൈ ചെയ്യണം. വോള്യൂം ഹൈ ചെയ്യുമ്പം വെളിയിലത്തെ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. സോ അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. സോ മ്യൂസിക് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, ബേസ് എല്ലാം ഒത്തിരി നല്ലതാണ്. ഫിറ്റ് ഒത്തിരി നല്ലതാണ്. പിന്നെ ബാറ്ററി ലൈഫ്, ഇത് നെക്ക് ബാൻഡ് ആണ്. സോ നെക്ക് ബാൻഡിൽ ബാറ്ററി ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. സോ ബാറ്ററി ലൈഫും ഒത്തിരി നല്ലതാണ്. സോ അതാണ് ഇതിൻ്റെ ജിം ടെസ്റ്റിൻ്റെ റിവ്യൂ. ഞാനിത് ഫുൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതിൽ ബാക്കി എല്ലാത്തിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും കിട്ടും. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സ്പെഷ്യലി എമർജൻസി ആണെങ്കിൽ വേഗം ആൻസർ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അത് എനിക്ക് ഡയറക്റ്റ്ലി കിട്ടും. ഞാൻ സംസാരിക്കും. ഇമെയിലൊക്കെ ചെയ്യുമ്പം എനിക്ക് കുറച്ചൊക്കെ ടൈം എടുക്കും. മോസ്റ്റ്ലി അത് സ്പാമിൽ പോകും. പിന്നെ എനിക്ക് സ്പാം ഫോൾഡർ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാനൊരു വീക്ക്ലി 1 or 2 സ്പാം ഫോൾഡേഴ്സ് ചെക്ക് ചെയ്യാറുള്ളൂ. സോ ആ സമയം അത് ഞാൻ ക്ലിയർ ചെയ്യാം. അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. സോ എൻ്റെ വേറെ 2 ചാനലുണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയും. മലയാളം ചാനൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം അവർക്കും ഇത് വേണമായിരുന്നു. സോ എൻ്റെ മലയാളം അത്ര നല്ലതല്ല. പക്ഷേ ഞാൻ എന്നാലും ട്രൈ ചെയ്യുവാണ്. എനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം എനിക്കറിയാം. പക്ഷേ ട്രൈ ചെയ്യുവാണ്. സോ എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.